ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. കന്യമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ അർദ്ധരാത്രിയോടെയാണ് പടയപ്പ എത്തിയത്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. വിഷ്ണു സുരേഷിന്റെ ഇപ്പോൾ വിവരങ്ങളുമായി. വിഷ്ണു സുരേഷ്, കുറച്ച് ദിവസമായി പടയപ്പയെക്കുറിച്ച് വിവരമില്ലായിരുന്നു. വീണ്ടും ജനവാസ മേഖലയിലേക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? കഴിഞ്ഞ ദിവസം പെരിയവര എസ്റ്റേറ്റിൽ പടയപ്പ എത്തിയിരുന്നു. ഭീതിജനകമായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കന്യമല എസ്റ്റേറ്റിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പടയപ്പ എത്തിയത്. ഈ പ്രദേശത്തുണ്ടായിരുന്ന കൃഷി വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. അടിക്കടി ഈ റേഷൻ കടകളും അതോടൊപ്പം തന്നെ കൃഷിയിടങ്ങളും കേന്ദ്രീകരിച്ച പടയപ്പ നടത്തുന്ന ആക്രമണം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മേഖലകൾ സൃഷ്ടിക്കുന്നുണ്ട്. വനംവകുപ്പിനോട് ഇക്കാര്യങ്ങൾ പറയുമ്പോൾ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. പക്ഷേ വനംവകുപ്പ് വ്യക്തമാക്കുന്നത് നടപടികൾ, അതായത് ഈ കൃഷി ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ 12 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്ത് പടയപ്പ എത്തിയത്. 4 മണിയോടുകൂടി തിരികെ കാട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.